വാഴോട്ടോളം കൗൺസിലർ സുഗതൻ വിയ്യൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് മുഖേന അദ്ദേഹത്തിന് ഹാജരാകാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ആക്ട് പ്രകാരം അദ്ദേഹത്തിന് 6 മാസത്തേക്ക് കൗൺസിൽ ഹാജരാകാൻ സാധിക്കില്ല എന്ന കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഹാജരാകാതിരിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം ഈ കൗൺസിൽ യോഗം അംഗീകരിക്കുകയാണ്. വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ 51 പേർ ഈ അവധി അപേക്ഷയെ പിന്താങ്ങിയിരിക്കുന്നു. മേയറുടെ കാസിംഗ് ഉൾപ്പെടെ ചോദിച്ചിരിക്കുന്നു. വാഴത്തോണം വാർഡ് കൗൺസിലർ സുഗതന്റെ വാഴത്തോണം വാർഡ് കൗൺസിലർ സുഗതനെ 6 മാസത്തേക്ക് ഈ കൗൺസിൽ യോഗത്തിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അജണ്ട നമ്പർ 45 മാറ്റിവെക്കുകയാണ്. അജണ്ട നമ്പർ 52 മാറ്റിവെക്കുകയാണ്. ഇതൊഴികെയുള്ള ബാക്കിയുള്ള അവതരിപ്പിക്കാം. മലയാളത്തുകാരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ മെയിൻ അജണ്ടയുള്ള 27, 28, 30, 90, 95, 126 മുതൽ 191 വരെ അതിനകത്ത് മേയർ പറഞ്ഞ 167 മാറ്റിവെച്ചുകൊണ്ട് അതുപോലെ തന്നെ സപ്ലിമെന്ററി അജണ്ട പേജ് നമ്പർ 43 മുതൽ 68 വരെ 1 മുതൽ 57 വരെ ഉള്ളതിൽ 41, 43, 52 മാറ്റിവെച്ചുകൊണ്ട് കൗൺസിൽ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ലീവ് കൊടുക്കാനുള്ള അപേക്ഷ കൊടുക്കാം. അത് ആർക്കുള്ള റൈറ്റ് ഇല്ലേ? ജയിലുള്ള ആൾക്ക് റൈറ്റ് ഇല്ലേ? ആ ഒരു പേപ്പർ കുട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പൊ ബഹുമാനപ്പെട്ട മേയർ അനുമതി കിട്ടുന്നത്. അപ്പൊ ഇവർക്കും നിയമവശങ്ങളും ഇല്ല. ഞാൻ ചാലഞ്ച് ചെയ്യുകയാണ്. കേരള മുനിസിപ്പാലിറ്റി ആക്ടില് ഏത് വകുപ്പ് പ്രകാരമാണ് ഇന്ന് ഈ വോട്ടെടുപ്പിനോടുകൂടി തന്നെ ഒരാൾക്ക് അവധി കൊടുക്കുന്നത്? ഇവർക്ക് അവരും പല നിയമമാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റി UDFന്റെ കൗൺസിലറെ അദ്ദേഹം പ്രതിപക്ഷമായതുകൊണ്ട് ശബ്ദ വോട്ടോടുകൂടി അവര് പുറത്താക്കി. ഇതാണ് BJP ഭരിക്കുന്ന 2 മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്ന പ്രശ്നം. അവിടെ UDF കൗൺസിലർ പ്രതിപക്ഷമായതുകൊണ്ട് വിഷയം എന്തോ ആവട്ടെ, അവിടെ DO ആപ്ലിക്കേഷൻ വന്നപ്പോൾ അവർ ശബ്ദ വോട്ട് പുറത്താക്കി. ഇവിടെ ശബ്ദ വോട്ട് നടത്തുന്നത് ഇവരുടെ വീട്ടുകാരുടെ വകയല്ല ഭരണഘടന. BJP-ക്കാർക്ക് ഇപ്പൊ ഡൽഹിയിലെ സമരം കണ്ടല്ലോ. നിയമമുണ്ട് ഈ നാട്ടിൽ.